ചേച്ചി, ചേച്ചിക്ക് നമ്മുടെ വീടൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ ചേച്ചിക്ക് അറിയാം സിദ്ധു. ഇതാരുടെ വീടാ? ഓർമ്മയില്ലല്ലോ അല്ലേ? ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. അത് മറക്കരുത്, ഞാനൊരു പേഷ്യന്റാ. ശരി. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ നിങ്ങളൊക്കെ ആരാന്ന് അറിയാഞ്ഞിട്ട് പോലും ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അച്ഛാ, ചേച്ചി, അച്ഛനെ മനസ്സിലായല്ലേ? അത് പിന്നെ ആർക്കാ മനസ്സിലാവാത്തത്? ഇത്രയും പ്രായമുള്ള ആള് ആരുടെയും അച്ഛനായിരിക്കില്ലേ? അച്ഛനെ കയറി അച്ഛന്നല്ലാതെ പിന്നെ അമ്മാവാന്ന് വിളിക്കാൻ പറ്റും? ആ, അത് ശരിയാ. വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. ഓർമ്മ കുറച്ച് ക്ലിയർ അല്ല, അത്രേ ഉള്ളൂ. വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്? ആ, അതെ. ഇതാരാ? ഇത് ചന്ദ്രലേഖ. വക്കീല. വക്കീലോ? നീയോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഈ വീട്ടിലെ ജോലിക്കാരിയായിരിക്കും. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. അഭയാർത്ഥിയാ, പോകാനേ ഒരു സ്ഥലമില്ല. ആ, അങ്ങനെ വരട്ടെ. കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. ഈ നിൽക്കുന്ന സിദ്ധുവിന്റെ ഭാര്യ ചന്ദ്ര. ഇവന്റെ ഭാര്യ. നിനക്ക് വേറെ ആരും കിട്ടിയില്ല മോനെ കല്യാണം കഴിക്കാൻ? നിനക്ക് ചേരുന്നത് ഈ പൂതനയല്ല, ഈ നിൽക്കുന്ന കുട്ടിയ. ആ കല്യാണം ഉടനെ നടക്കും. ആ, എങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഈ പൂതനയുടെ കൂടെ താമസിച്ചാലേ നിന്റെ കാര്യം പോക്കാ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയത്? മുഖം കണ്ട് ലക്ഷണം പറയാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക്? ആ, എനിക്കങ്ങനെ കഴിവുണ്ട്. നിനക്ക് ഞാനത് പഠിപ്പിച്ചു തരാം. ദാ, മക്കളതൊന്ന് എടുത്തേ. ഞാനോ? ഇപ്പൊ മനസ്സിലായോടി എനിക്ക് മുഖലക്ഷണം പറയാൻ അറിയാമെന്ന്? എന്നെ ആരും കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് നീ. എവിടെ എന്റെ മുറി? ശരി. അവിടെ മാറി. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എൻട്രി? ഗംഭീരായി. ആ ഗ്യാപ്പ് നോക്കി അവൾക്കിട്ട് കൊടുത്തതും എനിക്കിഷ്ടായി. ഇതൊക്കെ എന്ത്? ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നു മുതൽ ചന്ദ്രയുടെ കഷ്ടകാലം ആരംഭിക്കുക. എനിക്ക് തന്നതിന്റെ പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ഞാൻ അവൾക്ക് കൊടുക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ, നീ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, ഒരു കാര്യമുണ്ട്. എന്തേ? അതൊക്കെ ഉണ്ട്, ചെല്ല്.
ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. എന്തിനാ? മുതുകത്തിട്ട് ഇടിക്കാനോ? എനിക്കങ്ങ് വയ്യ. ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം. ഉം.